ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ശരണ്യ ജിൻഡോ വിഷയത്തെക്കുറിച്ചിട്ടാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ ഒരു ഗെയിമാണ് ഇപ്പോൾ ശരണ്യ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഒരുത്തൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ടല്ല നമ്മളൊരു ഷോയിൽ അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. അതായത് അത്ര മോശമായ ഒരു അലിഗേഷനാണ് വീണ്ടും വീണ്ടും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലിരുന്ന് ഒരു വ്യക്തിയുടെ മേലെ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചില മത്സരാർത്ഥികൾ ശ്രമിക്കുന്നത്. കാരണം ഇതിനൊക്കെ തുടക്കം കുറിച്ചത് നമ്മളെ ഗബ്രി ആയിരുന്നു. കാരണം അദ്ദേഹം അത്തരമൊരു അലിഗേഷൻ മുമ്പോട്ട് വെക്കുന്നത് വരെ തന്നെ ആർക്കും തന്നെ ജിൻഡോയുടെ മേലെ ഇത്തരമൊരു അലിഗേഷൻ അല്ലെങ്കിൽ ഇത്തരമൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതിന് ശേഷം പലരും അത് ഏറ്റെടുത്ത് അദ്ദേഹത്തിനെതിരെ ഒരു വെപ്പണായി യൂസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരിക്കലും അദ്ദേഹം അത്തരത്തിലൊരു വ്യക്തിയാണെന്ന് ഞാൻ പേഴ്സണലി കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സംസാര വിഷയങ്ങളിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ആരും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത്തരം മോശമായൊരു അലിഗേഷൻ വെക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊന്നും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഗെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇത്തരം വലിയൊരു ഷോയിൽ ആരും തന്നെ ചെയ്യരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ ഒരു ഷോ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അവിടെയും നമുക്കൊരു ഫാമിലി ഉണ്ട്, അവിടെയും നമുക്കൊരു ലൈഫുണ്ട്, അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ഇത്ര തെറ്റായൊരു അലിഗേഷനിലൂടെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ചൊന്നും ആരും ബോധേഡാവുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒരു സ്ട്രോങ് ആയ കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണം, അതിന് ഏതറ്റം വരെയും പോകാമെന്ന തരത്തിലാണ് അവിടെ പലരുടെയും കളി. അത് വളരെ മോശമായൊരു അപ്രോച്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ തീർച്ചയായും ഇപ്പോൾ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ബിഗ് ബോസ് ആണെങ്കിൽ അവർ തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ ഹൗസിൽ നിന്ന് പുറത്താക്കുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. തെറ്റായൊരു അലിഗേഷൻ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ഒരു കറക്റ്റായൊരു എക്സ്പ്ലനേഷൻ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വിഷയത്തിന് ഒരു ക്ലാരിറ്റി നമ്മളെ ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇന്നത്തെ ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ തീർച്ചയായും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. കാരണം അദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിലാണ് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഇത്തരം അലിഗേഷനുമായ പല മത്സരാർത്ഥികളും എസ്പെഷ്യലി നമ്മളെ ഗബ്രി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു വലിയൊരു ടോപ്പിക്കായിട്ട് പോലും വീക്കെൻഡ് എപ്പിസോഡിൽ കൺസിഡർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ വളരെ മോശമായാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഈ വരുന്ന വീക്കിൽ ഇതിനൊരു ക്ലാരിറ്റി തീർച്ചയായും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെതിരെ നടപടി വേണം. പക്ഷേ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവുന്നത്. കാരണം ശരണ്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജിൻഡോ എന്നൊരു വ്യക്തിയെ പോലും അറിയില്ല എന്ന് പറഞ്ഞ ശരണ്യ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു അവർ തമ്മിലുള്ള വീഡിയോസ്, അതായത് അദ്ദേഹത്തിൻ്റെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. സോ അതിൽ നിന്ന് മനസ്സിലാക്കാം ആരാണ് ഇവർ കള്ളം പറയുന്നത്, ആരാണ് ഇവിടെ സത്യം പറയുന്നതൊക്കെ നമുക്കറിയാം. ഗെയിം ജയിക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞുള്ളൊരു തെറ്റായൊരു അലിഗേഷൻ വെച്ച് മുമ്പോട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ ഈ പറയുന്ന അലിഗേഷനിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും പുറത്ത് കൊണ്ടുവരണം. ബിഗ് ബോസ് തന്നെ അതിൽ ഇടപെടണം. ലാലേട്ടൻ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. താങ്ക് യു.